നമസ്കാരം. 2024 കാർത്തിക നക്ഷത്ര ജാതകരുടെ ഫലം പരിശോധിക്കുകയാണ് എങ്കിൽ ഇവർക്ക് അനുകൂലമായ പല നല്ല കാര്യങ്ങളും സംഭവിക്കുന്ന വർഷം തന്നെയായിരിക്കും 2024. ഈ നക്ഷത്ര ജാതകരെക്കുറിച്ച് പറയുകയാണ് എങ്കിൽ കർമ്മകുശലത ഇവരുടെ പ്രത്യേകതയാണ്. ശാന്തമായ മുഖഭാവം, വിനീതമായ പെരുമാറ്റം, ഇത് ഇവരുടെ പ്രത്യേകത തന്നെയാണ്. കാർത്തിക നാളുകാർ അസാമാന്യമായ ബുദ്ധിസാമർഥ്യമുള്ളവരാണെങ്കിലും സ്ഥിരമായ ഒന്നിനെ ലക്ഷ്യമാക്കി വളരെയധികം ത്യാഗങ്ങളും ക്ലേശങ്ങളും സഹിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരല്ല. പല കാര്യങ്ങളിലും അസാമാന്യമായ കഴിവും സാമർഥ്യമുള്ളതുകൊണ്ടായിരിക്കണം ഇവർ ഒന്നിൽ തന്നെ നിലകൊള്ളാത്തത്. ദുർമോഹാദികൾക്കെല്ലാം അതീതമായി ഇവരുടെ ചില ആദർശനിഷ്ഠകളും അഭിമാനബോധവും ജീവിതത്തിൽ പല പരിവർത്തനങ്ങൾക്കും ഇടയാക്കുന്നുണ്ട്. ഒരുപാട് ദുഃഖങ്ങൾ, ഒരുപാട് ദുരിതങ്ങൾ, ഒരുപാട് സങ്കടങ്ങൾ ഒക്കെ അനുഭവിച്ചവർ തന്നെയാണ് കാർത്തിക നക്ഷത്ര ജാതകർ. എന്നാൽ 2024 ഒന്ന് നോക്കുകയാണ് എങ്കിൽ ഈ നക്ഷത്ര ജാതകർക്ക് രാജയോഗം അനുഭവിക്കുവാനുള്ള യോഗം വന്നു ചേരും. അതായത് കഷ്ടതകളൊക്കെ അവസാനിച്ച് ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും ഈ നക്ഷത്ര ജാതകർ എത്തും ഉറപ്പാണ്. ഇവർ ചെയ്യുന്ന ബിസിനസ്സിൽ ഒരുപാട് നേട്ടങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്ന കാർത്തിക നക്ഷത്ര ജാതകർക്ക് അതൊക്കെ സാധ്യമാകും. എല്ലാ രീതിയിലും ഒരുപാട് നേട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് വന്നു ചേരുന്നത്. അഭിമാനബോധം ഏറ്റവും അധികമുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. മറ്റുള്ളവരെ ഉപദേശിക്കാനും വളരെ ബുദ്ധിപൂർവമായ മാർഗങ്ങൾ നിർദ്ദേശിക്കാനും ഇവർ പ്രാപ്തരാണെങ്കിലും സ്വന്തം കാര്യത്തിൽ അപ്പോഴപ്പോൾ തോന്നുന്ന മനോഭാവത്തിനും സാഹചര്യത്തിനും അനുസരണമായി പ്രവർത്തിച്ചു പോകുന്നവരാണ് കാർത്തിക നക്ഷത്ര ജാതകർ. ഒരുപാട് പേരെ ഉപദേശിക്കും, ഒരുപാട് പേർക്ക് നേരായ മാർഗങ്ങൾ പറഞ്ഞുകൊടുക്കും. പക്ഷേ സ്വന്തം കാര്യത്തിൽ പലപ്പോഴും തെറ്റുകൾ സംഭവിക്കാറുണ്ട് ഈ നക്ഷത്ര ജാതകർക്ക്. തൻ്റെ ഇഷ്ടത്തിനും സ്വാതന്ത്ര്യത്തിനും ഹാനികരമായ ഏതൊരു കൂട്ടുകെട്ടുകളെയും എത്ര പ്രയോജനമുള്ളതായിരുന്നാൽ പോലും ഇവർ ഉപേക്ഷിച്ചു കളയും. ബുദ്ധിമാന്മാരായ ഇവർ എങ്ങനെയെങ്കിലും പണമോ പ്രധാമോ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിക്കുന്നവരല്ല. മറ്റൊരുവന്റെ തണലിലോ നിയന്ത്രണത്തിലോ ഉണ്ടാകുന്ന വിജയങ്ങളും കാര്യലാഭങ്ങളും ഇവരെ സന്തോഷിപ്പിക്കാൻ പോരുന്നതല്ല. സ്വന്തം പ്രവർത്തികളിലെ ദൂഷ്യഭാവങ്ങളെ മറന്നും വിജയങ്ങളെ പ്രകീർത്തിച്ചും സ്വയം അഭിമാനിക്കുന്ന ഒരു സ്വഭാവം ഇവരിൽ കണ്ടുവരുന്നുണ്ട്. ഏതായാലും 2024 കാർത്തിക നക്ഷത്ര ജാതകരുടെ വർഷം തന്നെയാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾ സംഭവിക്കും. ഈ നക്ഷത്ര ജാതകർ പോകേണ്ടതായ ക്ഷേത്രമുണ്ട്, ചെയ്യേണ്ടതായ വഴിപാടുകളുണ്ട്. അതൊക്കെ കൃത്യമായി ചെയ്യുക വഴി 2024 ഈ നക്ഷത്ര ജാതകർക്ക് ഒരുപാട് സൗഭാഗ്യങ്ങൾ, നേട്ടങ്ങൾ വന്നു ചേരും. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ. എല്ലാ ആഴ്ചയിലെയും ചൊവ്വാഴ്ച ദിവസം സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥന നടത്തുന്നത് ഇവരുടെ സകല ദുഃഖങ്ങളും സകല ദുരിതങ്ങളും ഒഴിഞ്ഞുപോകാൻ കാരണമാകും. ജീവിതത്തിൽ ഇന്നേ വരെ അനുഭവിച്ചിട്ടുള്ള എല്ലാ സങ്കടങ്ങളും മാറി ഒരുപാട് അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കുമായിരിക്കും കാർത്തിക നക്ഷത്ര ജാതകർ ഇനി എത്തുക. ഇവരുടെ ജീവിതത്തിൽ ഒരുപാട് സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേർ ഇവരെ അപമാനിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും ഈ നക്ഷത്ര ജാതകർക്ക് ഇനി സൗഭാഗ്യത്തിൻ്റെ പെരുമഴ പെയ്യും. ധാരാളം ധനം വന്നു ചേരും, ലോട്ടറി ഭാഗ്യം വന്നു ചേരും, കാറ് വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും, വസ്തുവകകൾ വാങ്ങുവാനുള്ള യോഗം വന്നു ചേരും. കുടുംബത്തിൽ സന്തോഷം അലയടിക്കും. സദാചാരങ്ങളിൽ അടിയുറച്ച് വിശ്വാസമുള്ള ഈ നക്ഷത്രക്കാർ സ്ഥിരമായ ഈശ്വരവിശ്വാസം ഉള്ളവരാണ്. എല്ലാ രീതിയിലും ഇവർക്ക് ഭാഗ്യമാണ്, നേട്ടമാണ്. ആചാരാനുഷ്ഠാനങ്ങളെയും പഴകിത്തുരുമ്പിച്ച ചില അന്ധവിശ്വാസങ്ങളെയും അതേപടി വിശ്വസിക്കാൻ ഇവർ ഇഷ്ടപ്പെടുന്നില്ല. പ്രയത്നിക്കുക, പ്രവർത്തിക്കുക, ഇത് രണ്ടുമാണ് ഇവരുടെ വിശ്വാസ പ്രമാണങ്ങൾ. കഴിയുന്നത്ര ലോകത്തിന് ഗുണം ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവരാണെങ്കിലും അത്തരം പ്രസ്ഥാനങ്ങളിൽ ദീർഘകാലം ശോഭിക്കുവാൻ ഇവർക്ക് സാധ്യമാകുന്നതല്ല. പൊതുകാര്യത്തിൽ ഇടപെട്ടാൽ ന്യായത്തോടുകൂടി പ്രവർത്തിക്കുമെങ്കിലും നിഷ്ഠവും ഇച്ഛാഭംഗവുമായിരിക്കും ഇവർക്ക് അവസാനമായി ലഭിക്കുന്നത്. കാരണം സന്ദർഭത്തിന് അനുസരണമായി ചാഞ്ഞും ചരിഞ്ഞും പോകാനുള്ള ഇവരുടെ ആത്മാർത്ഥതയോ നയനശൂന്യതയോ ആകുന്നു. അധികാര സ്ഥാനങ്ങളിൽ വർഗചിന്തയ്ക്കും സ്വാർത്ഥ താൽപ്പര്യങ്ങൾക്കും വിപരീതമായി ഇവർക്ക് വളരെയധികം ശോഭിക്കാൻ കഴിയും. പല വിധത്തിലുള്ള ജീവിത പ്രവർത്തനങ്ങൾക്കിടയിൽ
ലോകത്തിൻ്റെ എല്ലാ വശങ്ങളെയും കുറിച്ച് നല്ലവണ്ണം മനസ്സിലാക്കാൻ കഴിയുന്നവരാണ് ഇവർ. കുറ്റക്കാർക്ക് മാപ്പ് കൊടുക്കുകയും തെറ്റുകളെ ദാക്ഷിണ്യ ബുദ്ധിയോടുകൂടി വീക്ഷിക്കുകയും ചെയ്യുന്ന ഒരു മനോഭാവത്തിൽ എത്താറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ലൗകികമായ വിജയങ്ങൾ ഇവരുടെ ബുദ്ധി സാമർഥ്യത്തിനും പ്രയത്നശീലത്തിനും തക്കവിധ പ്രതീക്ഷിക്കാൻ സാധിക്കുന്നതല്ല. ദാമ്പത്യ ജീവിതത്തിൽ ഈ നക്ഷത്രക്കാർ ഭാഗ്യവാന്മാരാണെന്ന് പറയാം. ഗൃഹഭരണ കുശലതയും പതിഭക്തിയും ഭർത്താവിൻ്റെ ഏതുവിധ താൽപ്പര്യങ്ങൾക്കും വഴങ്ങിക്കൊടുക്കുന്ന വിശാല ഹൃദയരും മനോഗുണവുമുള്ള സ്ത്രീകളായിരിക്കും ഇവർക്ക് ഭാര്യമാരായി വന്നുകൂടുക. എന്നാൽ അവിടെ ഒരു അപൂർണതയുണ്ട്. മിക്കവാറും ഭാര്യമാരുടെ ആരോഗ്യക്കുറവ് കൊണ്ടോ കൂടെയുള്ള വിരഹം കൊണ്ടോ ദാമ്പത്യ ജീവിത സുഖം പൂർണ്ണമായി ഇവർ അനുഭവിച്ചെന്നു വരില്ല. കാർത്തിക നക്ഷത്ര ജാതകർ കാമശീലരും സുഖലോലുപരാണെങ്കിലും സന്മാർഗിക നിഷ്ഠയ്ക്ക് വലിയ വൈകല്യമൊന്നും ഉണ്ടാകാറില്ല. മറ്റെന്തു കാര്യങ്ങളിലും അനേക വിധത്തിലുള്ള വിഷമതകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ഇവരുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുമെങ്കിലും ഗൃഹജീവിതത്തിൽ സംതൃപ്തിയും സമാധാനവും മറ്റാരേക്കാളും കൂടുതലായി ഇവർക്ക് അനുഭവപ്പെടാതിരിക്കില്ല. സ്വയം നിരൂപണം ചെയ്യുന്ന ഒരു സ്വഭാവം ഈ നക്ഷത്രജാതകരിൽ മിക്കവരിലും കണ്ടുവരുന്നുണ്ട്. അതിൻ്റെ ഫലമായി ഇവർ ജീവിതത്തിൽ പലതിനെക്കുറിച്ചും പലപ്പോഴും ചില നിയന്ത്രണങ്ങളെല്ലാം കർശനമായി പുലർത്തുമെങ്കിലും സ്വയമേവ അതീവ അതിനെ ഭേദപ്പെടുത്തുകയും ചെയ്യും. എന്നാൽ തങ്ങളുടെ കർത്തവ്യ നിർവഹണത്തിൽ ആരോടും അത് ഏതു വിധത്തിലുള്ളതായിരുന്നാലും ഇവർ ജഗരൂകരായിരിക്കും. ഒരു പ്രതിജ്ഞ ചെയ്താൽ അത് നിറവേറ്റുന്നതിന് എത്ര ബന്ധപ്പെടേണ്ടി വന്നാലും കൃത്യനിഷ്ഠയോടുകൂടി ഇത് അവർ നിർവഹിക്കും. ഇവർ പൊതുജനമധ്യത്തിൽ പ്രസിദ്ധിയും ബഹുമാനവും കുലീനതയും നേതൃത്വ അടവം ഉള്ളവരുമായിരിക്കും. വലിയ കൃത്രിമങ്ങൾക്ക് വേണ്ടതായ ബുദ്ധിയുണ്ടെങ്കിലും അതിയായ അഭിമാനവും ധർമ്മബോധവുമുള്ളതുകൊണ്ട് ചതിവോ വഞ്ചനയോ ഒന്നും തന്നെ ഇവരിൽ നിന്നുണ്ടാകില്ല. ആത്മാർത്ഥതയുടെ കൂടുതൽ കൊണ്ട് നേരിടാവുന്ന ദോഷങ്ങളായിരിക്കും അധികവും ഇവരെ പീഡിപ്പിക്കുന്നത്. കേവലം നിസ്സാരങ്ങളായ കാര്യങ്ങൾ മതിയാകും ഇവർ പെട്ടെന്ന് ക്ഷുഭിതരാകുവാൻ. ക്ഷോഭമുണ്ടായാൽ ഇവർ സാഹസികമായ തീരുമാനമെടുക്കുകയും ചിലപ്പോൾ വീണ്ടും വിചാരമില്ലാതെ പ്രവർത്തിക്കുകയും ചെയ്തെന്നു വരാം. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലും ശാന്തതയും സമചിത്തതയും പരിശീലിക്കുകയാണ് ഇവർ ചെയ്യേണ്ടത്. മത്സരങ്ങളിലും വാദപ്രതിവാദങ്ങളിലും മറ്റും യുക്തികളും ന്യായങ്ങളുമെല്ലാം ഇവർക്ക് സ്വാധീനമായിരിക്കും. കാർത്തിക നാളുകാർക്ക് സ്വദേശമോ സ്വകുടുംബമോ അത്ര തന്നെ ഗുണകരമായിരിക്കണമെന്നില്ല. അന്യദേശങ്ങളിലെ ജീവിതവും പ്രവർത്തനവും മറ്റുമാണ് ഇവർക്ക് അധികവും പേരുണ്ടാക്കി കൊടുക്കുക. മാതൃഭക്തി ഏറെയുള്ള ഒരു നക്ഷത്രമാണ് കാർത്തിക നക്ഷത്രം. ഇവർക്ക് പിതാവിനെ കൊണ്ട് വലിയ ഗുണമൊന്നും ലഭിക്കുകയില്ല. ഇവർക്ക് 50 വയസ്സുവരെ ശാശ്വതമായ ഒരു അഭിവൃദ്ധിയോ പലവിധ പരിവർത്തനങ്ങൾക്ക് വിധേയരാകേണ്ടതുകൊണ്ട് ശരിയായ ജീവിത സ്വസ്ഥതയോ കൈവരുത്തുവാൻ കഴിയുകയില്ല. എന്നിരുന്നാലും 24, 35 വയസ്സിനകം അതുപോലെ തന്നെ 50, 55 വയസ്സിനകം ഇവർക്ക് പലവിധ നേട്ടങ്ങൾ ഉണ്ടാകാറുണ്ട്. ജീവിതത്തിൽ വലിയ വലിയ നേട്ടങ്ങൾ 24 വയസ്സിനും 35 വയസ്സിനിടയ്ക്കും ഇവർക്ക് സംഭവിക്കും. അതുപോലെ തന്നെ 50 വയസ്സിനും 55 വയസ്സിനും ഇടയ്ക്ക് ഇവരുടെ ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ സംഭവിക്കും. അതായത് ഇവർക്ക് ഒരുപാട് നേട്ടമുണ്ടാക്കുന്ന ഒരു കാര്യമായിരിക്കും ഇതൊക്കെ. മകയിരം, പുണർദം, ആയില്യം, തൃക്കേട്ട, മൂലം, പൂരാടം ഈ നാളുകാരുമായുള്ള സഹവർത്തിത്വവും ഈ നാളുകാരിലുള്ള ഒരു പ്രവർത്തനവും കാർത്തിക നാളുകാർക്ക് നല്ലതല്ല. ഒരുപാട് യാതനകൾ, ദുഃഖങ്ങൾ ഒക്കെ അനുഭവിച്ച കാർത്തിക നക്ഷത്ര ജാതകർക്ക് ഇനിയുള്ള നാളുകൾ അഭിവൃദ്ധിയുടേതാണ്, നേട്ടത്തിൻ്റെതാണ്. ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും സൗഭാഗ്യത്തിലേക്കും കാർത്തിക നക്ഷത്ര ജാതകർ എത്തും. ഇനി അവരുടെ സൗഭാഗ്യത്തിൻ്റെ സമയമാണ്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും അവസാനിച്ച് ഒരുപാട് സൗഭാഗ്യങ്ങൾ 2024 ഈ നക്ഷത്ര ജാതകരെത്തും. സുബ്രഹ്മണ്യ സ്വാമിയെ ഭജിക്കുക. സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ എല്ലാ ചൊവ്വാഴ്ചയും ദർശനം നടത്തി പ്രാർത്ഥനയൊക്കെ നടത്തണം കാർത്തിക നക്ഷത്ര ജാതകർ. എല്ലാ രീതിയിലും സൗഭാഗ്യമാണ്, ധനനേട്ടമാണ് കാർത്തിക നക്ഷത്ര ജാതകർക്ക് 2024 സംഭവിക്കുന്നത്. കാർത്തിക നക്ഷത്ര ജാതകൻ്റെ ദശാനാഥൻ ആദിത്യനാണെന്ന് പറഞ്ഞുവല്ലോ. ജനനം ആദിത്യദശയിൽ, തുടർന്ന്
ചന്ദ്രൻ, ചൊവ്വ, രാഹു, വ്യാഴം, ശനി, ബുധൻ ഈ ക്രമത്തിലാണ് ദശാകാലങ്ങൾ കടന്നു പോകുന്നത്. 2024 ഏതായാലും മികച്ചതാണ്, ഭാഗ്യത്തിൻ്റെതാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ പ്രശ്നപരിഹാരങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പിൽ നിങ്ങൾക്ക് കുറിക്കാവുന്നതാണ്, മറുപടി തരുന്നതാണ്. നല്ല ഒരു വർഷം കാർത്തിക നക്ഷത്ര ജാതകർക്ക് നേരുന്നു. നല്ലതേ സംഭവിക്കൂ, നല്ലതിനായി കാത്തിരിക്കുക. നിങ്ങളെ കാത്തിരിക്കുന്നത് ധനലാഭമാണ്, സൗഭാഗ്യമാണ്.